തീരുമാനം വരുന്നു, തൊട്ടടുത്ത ക്യാബിനറ്റിൽ അത് അപ്രൂവ് ചെയ്യപ്പെടുന്നു. അതാണ് ഞാൻ പറയുന്നത്. ആ 25-ാം തീയതി വൈകിട്ട് ചാർജ് എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് 26-ാം തീയതി ഏതായാലും മുഖ്യമന്ത്രി അല്ലല്ലോ അത് തയ്യാറാക്കിയത്. അല്ല, അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കുമല്ലോ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ പറയാം, വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫയലുകളൊന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. ശരി സർ, പക്ഷേ ഹൈക്കോടതിയിലും ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഈ പറയുന്ന വാദഗതികളൊക്കെ ശക്തമായി ഉന്നയിക്കപ്പെട്ടിരുന്നതല്ലേ അന്നും? അല്ല, അത് ഈ ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ടൊന്നും പ്രസന്റഡ് ആയിരുന്നില്ല, മറ്റ് പല കാര്യങ്ങളുമായിരുന്നു. അല്ല, ഹൈക്കോടതിയിൽ ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉദ്ധരിക്കുന്നില്ലേ? ആ വിധിന്യായത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു റിപ്പോർട്ട് അവര് ഇങ്ങനെ ഇത് നോക്കുക, ഇതിൽ പറ്റുന്ന വെച്ചാൽ ഫയല് പരിഗണിച്ച് ആ ഫയല് പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാകുള്ളൂ. അവസാനമായി ഒരു ചോദ്യം കൂടി. ശ്രീ ടി പി സെൻകുമാർ, താങ്കൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താങ്കളെ കെട്ടിയിട്ടുണ്ട് പിണറായി വിജയൻ. അത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്നതാണ്. ആ ആലയിലാണ് താങ്കളെ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നത്. താങ്കൾ ഇവിടെ DGP ആയി ക്രമസമാധാന ചുമതലയിൽ തുടർന്നും ഇരിക്കുകയായിരുന്നുവെങ്കിൽ അത് ഉമ്മൻചാണ്ടി പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നതിന് തുല്യമാകുമായിരുന്നു എന്നതായിരുന്നു അവരുടെ രാഷ്ട്രീയ ബോധ്യം. താങ്കൾ എത്ര അകലം പാലിച്ചാലും ഇതാണ് താങ്കളെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ബോധ്യം. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ഒരു പുനർവിചാരം താങ്കൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം തുടർന്നും ഈ സർക്കാരിന്റെ ഭാഗമാകാനിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, തിരിച്ചങ്ങോട്ട് ചോദിക്കാം. 1996 ഫ്രഞ്ച് ഷിപ്പ് സ്പൈ കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഞാൻ എടുക്കേണ്ടി വന്നതിന്റെ പരിണിത ഫലമായിട്ട് ചിലർക്ക് വളരെ വിഷമകരമായിട്ട് അനുഭവങ്ങളുണ്ടായി. ചിലർ ആദ്യമായിട്ട് ഇലക്ഷനിൽ പരാജയപ്പെടുത്തു, അതൊക്കെ ഉണ്ടായി. നോക്കുക, നമ്മൾ ജോലി ചെയ്യുന്നത് ഏതെങ്കിലും വ്യക്തിക്ക് ഏതെങ്കിലും അനുചിതമായിട്ട് വരാനല്ല. നമ്മൾ നമ്മുടെ നിയമം അനുസരിച്ച്, നീതി അനുസരിച്ച്, തെളിവനുസരിച്ച് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർക്ക് ഗുണം ഉണ്ടാകാം, ചിലർക്ക് ദോഷം ഉണ്ടാകാം. അപ്പൊ അതിനുശേഷം ഇപ്പൊ 2006 മുതൽ 2011 വരെ ഇരുന്ന ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി എനിക്ക് തന്നിരിക്കുന്ന CR നിങ്ങൾ വായിച്ചു നോക്കണം. അദ്ദേഹം ഒരു പർട്ടിക്കുലർ വർഷം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സെൻകുമാറിനെ അനലൈസ് ചെയ്യാൻ ഈ ആൾക്ക്, അതായത് അന്നത്തെ ട്രാൻസ്പോർട്ടിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് പറ്റില്ല. അയാൾ പറയുന്നത് തെറ്റാണ്. സെൻകുമാറിന് ഇത്ര ഇത്ര മാർക്കാണ് കൊടുക്കേണ്ടത്, 10 ഔട്ട് ഓഫ് 10. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഈ 1996 ISRO കേസ് രണ്ടാമത് അന്വേഷിക്കാനായിട്ട് എന്റെ ഏറ്റവും നിർബന്ധ ബുദ്ധിയോടെ ഞാൻ പറഞ്ഞിട്ടും, ഞാൻ ആ ഡേറ്റ് പറയാം, 1996 ജൂൺ 24 നായനാർ സാറിന്റെ മുന്നിൽ നിങ്ങളെ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കേസ്. ഞാൻ പറഞ്ഞു, എന്നേക്കാളും 6 വർഷം സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഇതിൽ ഉണ്ട് എന്ന് സംശയിച്ചിട്ടാണ് വൺ ഓഫ് ദ റീസൺ ടു ട്രാൻസ്ഫർ ദ കേസ് ടു CBI. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ കേസ് അന്വേഷിക്കുക? ഞാൻ അന്വേഷിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത്, EK നായനാർ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ പറഞ്ഞത്, സെൻകുമാർ, എനിക്ക് നിങ്ങളെ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ശരി. അവസാനം എനിക്കൊരു ഒറ്റ ചോദ്യം കൂടി. താങ്കളുടെ കാലത്ത്, താങ്കൾ ക്രമസമാധാന ചുമതലയുള്ള DGP ആയിരുന്ന കാലത്താണ് രാഷ്ട്രീയക്കാരെ വേട്ടയാടുന്ന രൂപത്തിൽ ഈ UAPA ചുമത്തപ്പെട്ടത്. CPM അതിന്റെ ഇരകളായി. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെ നാടുകടത്തുന്ന കാപ്പ താങ്കൾ വ്യാപകമായി ഉപയോഗിക്കുകയുണ്ടായി എന്ന വിമർശനമുണ്ട്. താങ്കൾ ജയിൽ DGP ആയിരുന്ന സമയത്ത് ഈ പറയുന്ന ചപ്പാത്തി ഉണ്ടാക്കി മനപരിവർത്തനത്തിൻ്റെ ഒരു മേഖലയാക്കുകയല്ല ജയിലിലെ അന്തേവാസികളെ ചെയ്യേണ്ടത്. ചെയ്ത കുറ്റത്തിന് അവരെ അവിടെയിട്ട് പീഡിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ താങ്കൾക്ക് വല്ലാത്ത ഒരു പിന്തുണ അന്നത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു. അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയായിരുന്നു പിന്നീട് ഉയർന്ന വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട്. അത് ഭരണതലത്തിൽ പ്രതിഫലിച്ചപ്പോൾ താങ്കൾ നിയമയുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരു DGP എന്ന നിലയിൽ, ജയിൽ DGP ആയിരിക്കുമ്പോഴും ക്രമസമാധാനത്തിന്റെ ചുമതലയായിരിക്കുമ്പോഴും താങ്കൾക്ക് നേരെ ഉയർന്ന ചില വിമർശനങ്ങളുണ്ട് ശ്രീ TP സെൻകുമാർ. നോക്ക്, ഈ പലർക്കും പല സ്വപ്നങ്ങളിലും പലതും തോന്നിയിട്ടുണ്ടാകാം. ഒന്നാമത്തെ ജയിലിൽ നിങ്ങൾ അന്നുണ്ടായിരുന്ന ജയിൽ പുള്ളികളോട് ചോദിച്ചു നോക്കുക, അന്ന് എന്താണ് സെൻകുമാർ ഇരുന്ന സമയത്ത് സംഭവിച്ചതെന്ന്. എങ്കിലേ നിങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജയിൽ പുള്ളിയോട് ചോദിച്ചു നോക്കുക, കൂടുതൽ പേരോടെങ്കിലും ചോദിക്കണ്ട. UAPAയും കാപ്പയും ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, UAPAയും കാപ്പയും തീർച്ചയായിട്ടും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള നിയമങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേസിൽ UAPA എടുക്കുന്നത് ഞാൻ ജയിലിലാണ്, അന്ന് എന്റെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, മനസ്സിലാക്കുക. പക്ഷേ UAPAയും
UAPA ഉപയോഗിക്കേണ്ടത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ആസ്പദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലുമാണ്. ഇന്റലിജൻസിന്റെ ചുമതല ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ക്രിമിനൽ അന്വേഷണത്തിന്റെ ഭാഗമായി വല്ലാത്ത സഹായം ചെയ്തു കൊടുക്കുകയുണ്ടായി താങ്കളെന്നും താങ്കളെ നേരത്തെ കെ നായനാർ വിശ്വസിച്ചതുപോലെ ഉമ്മൻചാണ്ടിയും വിശ്വസിച്ചിട്ടുണ്ടാകുമെന്നും അതിന്റെ പരിണതഫലം അനുഭവിച്ചത് പി ജയരാജനാണ്, കാരായിമാരാണ് എന്നുമുള്ള മറുവാദവുമുണ്ട് ശ്രീ ടി പി സെൻകുമാർ. നോക്ക് ഞാൻ ഈ UDF ഗവൺമെന്റ് കഴിഞ്ഞ 15 വർഷം ഉണ്ടായിരുന്നു. ഞാൻ 3.5 വർഷമല്ലേ ലോക്കൽ പോലീസിലുണ്ടായുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആരോടും പേഴ്സണൽ ലോയൽറ്റി ഇല്ല, എനിക്ക് പ്രൊഫഷണൽ ലോയൽറ്റി മാത്രമേ ഉള്ളൂ. ആരോടാണോ എനിക്ക് പ്രൊഫഷണൽ ലോയൽറ്റി, എനിക്ക് എന്റെ രാഷ്ട്രത്തോടാണ് പേഴ്സണൽ ലോയൽറ്റി. എനിക്ക് മറ്റ് ആരോടും എനിക്ക് പേഴ്സണൽ ലോയൽറ്റി ഇല്ല, പ്രൊഫഷണൽ ലോയൽറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ചില സമയത്ത് അവർക്കത് മനസ്സിലായിട്ടുണ്ടാകാം, അവർക്കത് ഗുണകരമായിട്ട് വന്നിട്ടുണ്ടാകാം, ചില സമയത്ത് അത് അവർക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഈ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കീഴിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള പല മുഖ്യമന്ത്രിമാരെയും എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ആന്റണി സാറ്, അതുപോലെ കെ നായനാർ സാർ, അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി. ശരി എന്റെ ചോദ്യങ്ങൾ അവിടെ ബാക്കി കിടപ്പുണ്ട്. UAPAയുമായി ബന്ധപ്പെട്ടും കാപ്പയുമായി ബന്ധപ്പെട്ടും അതൊക്കെ ഈ രാജ്യസുരക്ഷ, ക്രമസമാധാനം, അതിലേക്ക് മാത്രമായി ചുരുക്കരുത്. അതിലൊക്കെ ഒരു രാഷ്ട്രീയ വേട്ടയുടെ സ്വഭാവം ഉണ്ടായിരുന്നു, അതിലൊക്കെ ഒരു നിയമപരമായ ഭീകരവാദത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. അതെ, ഏതെങ്കിലും ഒരു കേസെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം. കാപ്പയുടെ കാര്യത്തിൽ ഏതായാലും ഞാനിപ്പോ അതിലേക്ക് കൂടുതൽ വരുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് പലതിനെയും കുറ്റപ്പെടുത്തി നിങ്ങളുടെ ചർച്ചകൾ കൊണ്ടുപോകേണ്ടി വന്നു? ഞാൻ പറയട്ടെ, ഞാൻ DG ആയിരുന്ന ഒരു ദിവസമെങ്കിലും, ഞങ്ങൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമല്ല, അതിനു മുന്നേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ച നടത്താൻ അവസരം ഉണ്ടായിരുന്നു? ശരി എനിക്ക് അവസാനമായി ഒരൊറ്റ കാര്യം കൂടി ചോദിക്കാനുണ്ട് ശ്രീ ടി പി സെൻകുമാർ. അത് ടി പി സെൻകുമാറിനോട് ചോദിക്കുന്ന ചോദ്യമായി എടുക്കണം. വീണ്ടും താങ്കളെ അപമാനിച്ച് പുറത്തിറക്കിയ അതേ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു കയറുമ്പോൾ എന്തു തോന്നും? വരട്ടെ, ഞാൻ കയറിയില്ലല്ലോ, വരട്ടെ, കയറിയില്ലല്ലോ. വളരെയധികം നന്ദി ശ്രീ ടി പി സെൻകുമാർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ആനത്തലവട്ടം പറയുകയാണ് ഒരു നയമുണ്ട് എന്ന് വെച്ചാൽ അത് വെറുതെ വരുന്ന ഒരു നയമല്ല, അതൊരു രാഷ്ട്രീയ നയമാണ്. അതിലൊരു മറുഭാഗത്ത് നിന്ന ആളിന് സേവ പിടിച്ചു എന്ന് ഇവർക്ക് രാഷ്ട്രീയമായി വിമർശനമുള്ളൊരു വ്യക്തിയെ തന്നെ വീണ്ടും അതേപോലെ തന്നെ സർവീസ് ചട്ടം മാത്രം മഹത്തരമെന്ന് കരുതി DGP സ്ഥാനത്ത് തന്നെ തുടർന്ന് നിലനിർത്തുക എന്ന് പറയുന്നൊരു ബാധ്യതയൊന്നുമില്ല. അല്ല, ഇതിപ്പോൾ നമ്മൾ സെൻകുമാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. അദ്ദേഹം ഒരു ഒബീഡിയൻറ്റ് സെർവൻറ്റ് ടു ഗവൺമെൻറ്റാണ്. ഏത് ഗവൺമെൻറ്റാണോ ഭരിക്കുന്നത് ആ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കൂറും വിധേയത്വവും പ്രതിബദ്ധതയും രാഷ്ട്രത്തോടാണ്. അപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണല്ലോ ഗവൺമെൻറ്റുകൾ സംസ്ഥാനമായാലും രാജ്യത്തായാലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഒബീഡിയൻറ്റ് സെർവൻ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഒബീഡിയൻറ്റ് സെർവൻ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് പാർട്ടിക്ക് അനുകൂലമാകാം, പ്രതികൂലമാകാം. അനുകൂലമായും പ്രതികൂലമായും ചിലപ്പോൾ അതിൻ്റെ ഗുണഭോക്താവാകും, ചിലപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന. നിങ്ങൾ ദോഷഫലം അനുഭവിച്ച ഒരു ഘട്ടം പറയാമോ? CPM-ന് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞ ഞങ്ങളിവിടെ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു കാര്യവും നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും നിയമം ലംഘിക്കുന്നവരുടെയോ നിയമം കയ്യിലെടുക്കുന്നവരെയോ അല്ലെങ്കിൽ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നവരുടെയോ ഭാഗത്തല്ലല്ലോ ഞങ്ങളെപ്പോഴും നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഒരു പോലീസ് ഓഫീസർ നിൽക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും പോലീസ് ഓഫീസർമാർ നിഷ്പക്ഷമായി നീതിപൂർവമായി സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. നിഷ്പക്ഷമായി നീതിപൂർവമായി പോലീസ് പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് നീതി കിട്ടും. അതേസമയം ഒരു ഗവൺമെൻറ്റിൻ്റെ മർദ്ദനോപാധിയായോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഒരു ഉപകരണവുമായോ പോലീസ് മാറുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പരാതിയുള്ളൂ. ഇവിടെ സെൻകുമാർ അക്ഷരാർത്ഥത്തിൽ ഒരു ഗവൺമെന്റിന്റെ സർവന്റാണ്. പിന്നെ ഈ വിധിയെക്കുറിച്ച് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ, നമ്മളിപ്പോൾ വേണു ഈ വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ചുക്ക് സംഭവിക്കത്തില്ല. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ DGPയുടെ കസേരയിൽ സെൻകുമാർ ഇരുന്നിരിക്കും, യാതൊരു തർക്കവും വേണ്ട. ഇരുന്നില്ലെങ്കിൽ പിന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടല്ലേ. ശരി, നമുക്ക് നിയമവശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി. നിയമസഭയ്ക്കകത്ത് പിണറായി വിജയൻ TP സെൻകുമാറിനെ പറ്റി പറഞ്ഞതാണ്. മാറ്റിയതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചതിന് തുല്യമായിരുന്നു അത്. അങ്ങനെ വരുമ്പോൾ പക്ഷേ
ഒരു വ്യക്തിക്കൊരു രാഷ്ട്രീയ പരിവേഷം ബോധപൂർവം നൽകുക, അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയാതിരിക്കുക, ആ നിസ്സഹായതയെ കാര്യമായി മുതലെടുക്കുക, അതിനുശേഷം ഒറ്റപ്പെടുത്തുവാൻ നോക്കുക. ഈ ശ്രമത്തിന് കിട്ടിയ തിരിച്ചടിയല്ലേ ഇന്നത്തെ സുപ്രീം കോടതി വിധി, ശ്രീ CR നീലകണ്ഠൻ? അങ്ങനെയെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ മാനത്തെ എത്രത്തോളം ഗൗരവത്തോടെ ഈ സർക്കാർ ഉൾക്കൊള്ളും? ഇതൊരു സർവീസ് പ്രശ്നമാണ്, ഇതിനെ ആ നിലയിൽ കാണാം എന്ന ബോധ്യത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സർക്കാർ തുടർ നടപടികളിലേക്ക് പോകുമെന്നാണോ താങ്കൾ കരുതുന്നത്? ആ ചോദ്യം CRന് കേൾക്കാൻ വയ്യ, സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ രഞ്ജിത്ത് മാരാർ, കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്രയും സമയം കളയേണ്ടായിരുന്നു. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, സർക്കാരിന് ഇതിന് മേൽ എന്ത് നടപടിയാണ് ഇനി എടുക്കാൻ കഴിയുന്നത്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ അത് കോർട്ട് ലക്ഷ്യത്തിലേക്ക് പോകുമോ? ഇതിലൊരു വ്യക്തത തേടി വീണ്ടും ഈ ബെഞ്ചിനെ സമീപിച്ചാൽ